ഹായ്, അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കണ്ടൻ്റായിട്ട് വന്നേക്കാന്ന്. നമ്മളെ ഇതുവരെ ഇട്ട സർവൈവൽ സീരീസാന്ന് വെച്ചെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഗൈസ്, ഫുള്ള് അടിച്ച് നിരത്തിയിട്ട് ഒരു നിരപ്പ് സ്ഥലമാക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റേഡിയം ആക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. അപ്പോൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്വയറിൽ, അപ്പോൾ നമുക്കൊരു ഒരു സ്ക്വയറിൽ ഇങ്ങനെ ഫുള്ളൊന്ന് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സ്പീഡപ്പ് ആക്കാം, ഇതായിരിക്കും നല്ലത്. ഇതെവിടെ എത്തിയ ഗൈസ് അറിയില്ല കേട്ടാ, കുറേ ആളങ്ങ് കുഴിച്ച് പോയിട്ടുണ്ട്. ആ ഗൈസ് ഇത്ര മതിയായിരിക്കും. കൂടുതൽ വണ്ണായി കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടി വരും. അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അത്ര വേണ്ട, നമുക്ക് ഇത്ര തന്നെ മതി ഇത്ര തന്നെ മതി. ഓക്കെ, ഗായ്സ് ഞാൻ വിചാരിച്ച പോലെ നടന്ന് ഒരു ഹാഫ് ഭാഗമായി. ഓക്കെ ആണ്, ഞാൻ ഔട്ട്ലൈനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇനിയാന്ന് പണി തുടങ്ങുന്നത്. ഇനിയാന്ന് എനിക്ക് ഫുൾ പണിയാണ്. ഇനിയാന്ന് പണി. അപ്പോൾ തുടങ്ങാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് ബ്ലോക്ക് ഇട്ടിട്ട് ഫുള്ള് ഇതാക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു പുല്ല് വിരിച്ച പോലെ അതേപോലെ ആക്കണം. അപ്പോൾ കറുപ്പ് ബ്ലോക്ക് എവിടെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഗായ്സ് നമ്മൾ കറുപ്പ് ബ്ലോക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് തന്നെ ഡാർക്കായി, രാത്രിയായി. ഇനി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. രാവിലെ ആവുന്നവരെ രാവിലെ ആയിട്ട് പണിയെടുക്കുക, അതായിരിക്കും നല്ല. കണ്ണ് കാണൂല. രാവിലെ ആവട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി വേഗം തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇടാനാണ് എൻ്റെ പ്ലാന്. ഇങ്ങനെ ഫുള്ള് അങ്ങനെയല്ല, നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടില്ലേ, അതിലോട്ട് ഇങ്ങനെ ഒരു സംഭവം ആക്കാനാണ് ഉദ്ദേശം. നമുക്ക് ആക്കിക്കളയാം. ഇപ്പോൾ നമ്മളെ ഈ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇത് ഫുള്ള് നമ്മളൊന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഈ സ്ഥലം അടിച്ച് നിരത്തണം. ഫുള്ള് ഡേട്ടെല്ലാം ഫുള്ള് പോക്കണം. അതാണ് മെയിൻ പണി ഇനി അടുത്ത്. അപ്പോൾ നമുക്ക് അടിച്ച് നിരത്താൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ഇത് താഴ്ചയിലെങ്കിലും ഒന്ന് ഇതാക്കേണ്ടി വരും, കുഴിക്കേണ്ടി വരും. അത് നമുക്ക് പുല്ല് സെറ്റ് ചെയ്യാനാണ്. പുല്ല് എന്ന് പറയാൻ പറ്റില്ല, അത് നമ്മൾ ബ്ലോക്കും കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ പുല്ല് പോലെയാണ് സംഭവം. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 അടി ഇതിൽ കുഴിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? നമ്മൾ വെള്ള ലൈനിട്ട്, അതായത് 4 ഭാഗത്തും മറ്റേ ഇതുണ്ട്, കോർണറിൻ്റെ ഇതുണ്ട്. പിന്നെ നടുക്ക് കൂടെ ഒരു മറ്റേ ഈ ബോൾ വെക്കുന്നതിൻ്റെ ഒരു ലൈന് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇതാക്കാം, ഈ ലൈനിലെടുക്കാം. ഈ ഒരു ഇതും എടുക്കാം. ഇതെല്ലാം ഉണ്ടായിക്കളയാം.
നമ്മളെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാന്ന്. എങ്ങനെയുണ്ട്? ഒരു സ്റ്റേഡിയം പോലെ തന്നെ ഇല്ലേ? ഇത് കുറേ സംഭവമല്ല, ഇങ്ങനെ ഒരു സ്റ്റേഡിയം പോലെ ഇങ്ങനെ ഫുള്ള് മൂടാന്നെല്ലാം വിചാരിച്ചാൽ അതാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ പണിയായിപ്പോൾ പിന്നെ വീഡിയോ ഇടാൻ ഞാനുണ്ടാവില്ല. അത് ഫുള്ള് ടൈം എടുത്ത് ഇത് മൊത്തം ടൈം എടുത്തിന് ഒരു 2-2.5 മണിക്കൂർ എടുത്തിന് ഇത് ആ വേണ്ടി തന്നെ. അപ്പോൾ ആ 2 മണിക്കൂറിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് ചാനൽ ഒന്ന് റീച്ച് കിട്ടി ഇതാക്കണേ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ്. അപ്പോൾ പിന്നെ ഇതെല്ലാം എങ്ങനെയുണ്ട്, ഈ സ്റ്റേഡിയം എങ്ങനെയുണ്ട്? എനിക്ക് ഏത് മോശം കമൻ്റ് ആയാലും നല്ല കമൻ്റ് ആയാലും എല്ലാം എനിക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മോശം കമൻ്റ് ആണെങ്കിൽ മോശം കമൻ്റ് ഇട്ടോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റിൽ പറയണം ഇതെങ്ങനെയുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട്. ഓക്കെ.